ഹലോ ഓളിലോ എടുക്കുകയൊക്കെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്ലെയിൻറ്റിഫ്, ഡിഫൻഡൻറ്റ്, അപ്പലൻറ്റ്, റെസ്പോണ്ടൻറ്റ് എന്നിവയുടെ മീനിങ് ആണ് കാണാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ പ്ലെയിൻറ്റിഫ് വെച്ച് തുടങ്ങാം. പ്ലെയിൻറ്റിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീഗൽ സ്യൂട്ട് ഇനീഷ്യേറ്റ് ചെയ്യുന്ന ആളെയാണ് പ്ലെയിൻറ്റിഫ് എന്ന് പറയുക. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്യൂ ചെയ്യുന്ന ആൾ. അതായത് ആൾക്ക് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ട്, ലീഗൽ റെമഡീസ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലീഗൽ സ്യൂട്ട് ഫയൽ ചെയ്യുന്ന ആളെയാണ്, സ്യൂ ചെയ്യുന്ന ആളെയാണ് പ്ലെയിൻറ്റിഫ് എന്ന് പറയുക. അടുത്തതായിട്ട് റെസ്പോണ്ടൻ്റ് ആണ്. റെസ്പോണ്ടൻ്റ് ഈസ് എ പേഴ്സൺ ഓർ എൻറ്റിറ്റി ഹു ആൻസർ ഓർ ഡിഫെൻഡ് അഗെയിൻസ്റ്റ് ലീഗൽ ആക്ഷൻ ഓർ പെറ്റീഷൻ. ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഇതേ വല്ല പെറ്റീഷന് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അപ്പീൽ പോയിട്ടുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷനിൽ അത് റെസ്പോണ്ട് ചെയ്യുന്ന ആളെയാണ് റെസ്പോണ്ടൻ്റ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഫാമിലി കേസസിൽ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യും. അപ്പോൾ അത് ഫയൽ ചെയ്യാത്ത, അത് റെസ്പോണ്ട് ചെയ്യേണ്ട ആളെയാണ് റെസ്പോണ്ടൻ്റ് എന്ന് പറയുക. അപ്പോൾ റെസ്പോണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ പൊതുവെ ഫാമിലി കേസസിലും പിന്നെ അതുപോലെ തന്നെ ഈ ട്രിബ്യൂണൽ കേസിലും ഒക്കെയാണ് വരാറ്, അല്ലെങ്കിൽ അതുപോലെ അപ്പീൽ കേസിലും. അടുത്ത ഡിഫൻഡൻ്റ് ആണ്. ഡിഫൻഡൻറ്റ് ഈസ് ദ ഇൻഡിവിജ്വൽ ബീങ് അക്യൂസ്ഡ് ഓഫ് എ ക്രൈം ഓർ കോഡ് ഓഫ് വയലേഷൻ. ഇൻ എ സിവിൽ കേസ്, പ്ലെയിൻറ്റിഫ് ഈസ് ദ പേഴ്സൺ ഹു ഹാസ് ബീൻ അലീഗ് ദാറ്റ് റോങ് ഡൂയിങ് ഹാസ് ബീൻ ഡൺ ടു ദം. ദ ഡിഫൻഡൻറ്റ് ഈസ് ദ പേഴ്സൺ ഓർ എൻറ്റിറ്റി ദാറ്റ് ഹാസ് ബീൻ അക്യൂസ്ഡ് ഓഫ് കമ്മിറ്റിംഗ് എ റോങ്ഫുൾ ആക്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, എ എന്ന് പറഞ്ഞ ആൾ ബി എന്ന് പറഞ്ഞ ആളെ സ്യൂ ചെയ്യാണ് ലോൺ തിരിച്ചടയ്ക്കാത്തതിന്. അപ്പോൾ എ എന്ന് പറഞ്ഞ ആൾ പ്ലെയിൻറ്റിഫും ബി എന്ന് പറഞ്ഞ ആൾ ഡിഫൻഡൻറ്റുമാണ്. അപ്പോൾ അക്യൂസ് ചെയ്യപ്പെട്ട ആളെയാണ് ഡിഫൻഡൻറ്റ് എന്ന് പറയാം. അടുത്തത് റെസ്പോണ്ടൻറ്റും ഡിഫൻഡൻറ്റും തമ്മിൽ വ്യത്യാസമാണ്. റെസ്പോണ്ടൻ്റ് എന്ന് പറയുക കൂടുതലും ഫാമിലി കേസസിലും അതുപോലെ തന്നെ ട്രിബ്യൂണൽ കേസിൽ, അപ്പീൽ കേസിലൊക്കെ പോകുന്ന പാർട്ടീസിനൊക്കെയാണ് റെസ്പോണ്ടൻ്റ് എന്ന് പറയുക. അതായത് ഈ ഹയർ കോർട്ട്സിലോട്ടൊക്കെ അപ്പീൽ പോകുമ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെയാണ് കൂടുതൽ റെസ്പോണ്ടൻറ്റ് വരിക. ഡിഫൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ കേസസും ക്രിമിനൽ കേസൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ ട്രയൽ കോർട്ടിലൊക്കെ ഉള്ള പാർട്ടീസിന്, ആ വ്യക്തികളൊക്കെ നമ്മൾ ഡിഫൻഡൻ്റ് എന്ന് പറയും. അടുത്തതായിട്ട് അപ്പലൻ്റ് ആണ്. ഇപ്പോൾ ലോവർ കോർട്ട് ഡിസിഷൻ സാറ്റിസ്ഫൈഡ് അല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും റിവ്യൂ വേണം, ഓൾട്ടർ ചെയ്യണം, അല്ലെങ്കിൽ ഓവർടേൺ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹയർ കോർട്ടിലോട്ട് അപ്പീൽ ചെയ്യാൻ പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ അപ്പീലിന് വേണ്ടി പോകുന്ന പാർട്ടീസിനെയാണ് അപ്പലൻ്റ് എന്ന് പറയുക. അപ്പോൾ ഈ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. ഈ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.